ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 റെസിപ്പി സീരീസിലെ 29ാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സ്പെഗറ്റി മീറ്റ് ബോൾ കപ്സ് ആണ്. ഇത് നമുക്ക് നൂഡിൽസ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പിസ്സ സോസ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റെഡ് സോസ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒറിഗാനോവും ഇപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. അതും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ, അഥവാ 1 ടേബിൾ സ്പൂൺ വരെ നമ്മൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള, വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസിലെ ടൊമാറ്റോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഈ ടൊമാറ്റോ ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം സ്പൈസി ആയിട്ട് വേണോ അത്രയും ചില്ലി പൗഡർ ചേർക്കാം. ഞാനിവിടെ പാപ്രിക്കയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ കശ്മീരി ചില്ലി പൗഡർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോ ഒന്ന് പെട്ടെന്ന് തന്നെ മഷിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആയെടുക്കാനുണ്ട് അല്ലേ. അതിനായിട്ട് ഒരു 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം ചേർത്ത് കൊടുക്കാം. യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. വെള്ളം വറ്റിപ്പോവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് മഷിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോട്ട് സോസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഹോട്ട് സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാ ഫ്ലേവറും ഈ നമ്മുടെ മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ റെഡ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചിക്കൻ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ അനിയൻ ചോപ്പ് ചെയ്ത് വെച്ചത്, ഒരു 1/4 കപ്പ് ചെഡാർ ചീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിങ്ങിനായിട്ട് 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്ങും, 1/2 ടീസ്പൂൺ ഒറിഗാനോ, നമ്മുടെ എരിവിനനുസരിച്ചുള്ള ചില്ലി ഫ്ലേക്സും, പിന്നെ ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഈ ഇറ്റാലിയൻ സീസണിങ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മുട്ട എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് അവസാനം യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ കാര്യങ്ങൾ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു ബോൾ പരുവത്തിലാവുന്നത് വരെ നമ്മൾ കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കൂടുതൽ ഫ്ലേവേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. മല്ലിയിലയോ പാസ്ലി അതുപോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് വെച്ചതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള സൈസുള്ള ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ആ ഒരു കപ്പിന് കണക്കാവുന്ന രീതിയിലുള്ള ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മീഡിയം ലോ ഹീറ്റിൽ, അതേ ടെമ്പറേച്ചറിൽ, മീഡിയം ലോ ടെമ്പറേച്ചറിലുള്ള ഓയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനാണ് വേണ്ടത്. ഒത്തിരി ചൂടുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി ചൂട് കുറഞ്ഞതോ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് ബോൾസ് കറക്റ്റായിട്ട് വരില്ല. ഇത് ഫ്രൈ ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് വേണമെങ്കിൽ ഈ മീറ്റ് ബോൾസ് ബേക്ക് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സ്പെഗറ്റി കുക്ക് ചെയ്തത് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. സ്പെഗറ്റി തന്നെ വേണമെന്നില്ല, നമ്മുടെ നൂഡിൽസ് ആയിക്കഴിഞ്ഞാലും സെയിം നമുക്ക് വർക്ക് ചെയ്യും. ഇനി ഒരു പാത്രത്തിലോട്ട് ഞാനിവിടെ 2 മുട്ട, ആദ്യം നമ്മൾ മീറ്റ് ബോൾസിൻ്റെ ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ ഭാഗവും പിന്നെ ഒരു മുട്ടയും കൂടിയാണ് ചേർത്തേക്കുന്നത്. അതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്, ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെഡാർ ചീസ് 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ചെഡാർ ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്റ്റേജിൽ മുഴുവനായിട്ട് മൊസറല്ല ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൊസറല്ലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു എഗ്ഗും ചീസും ഒക്കെയാണ് നമ്മുടെ ആ ഒരു സ്പെഗറ്റീനെ അല്ലെങ്കിൽ നൂഡിൽസിനെ ഒന്ന് ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1.5 കപ്പോളം സ്പെഗറ്റി അല്ലെങ്കിൽ നൂഡിൽസ് കുക്ക് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ നൂഡിൽസിൻ്റെ കൂടെ ഈ ചീസും അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മിക്സിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ അധികം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ മുട്ടയും ചീസും ഒക്കെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല.
ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ മഫിൻ ടിന്നിൽ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്യുക. അതിൻ്റെ സൈഡിലും താഴ്ഭാഗത്തുമൊക്കെ കുറച്ചധികം വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകാനും അത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഞാനൊരു മഫിൻ ടിന്നിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഭാഗത്ത് സെൻട്രലായിട്ട് ചെറുതായിട്ടൊരു ഹോളാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ കപ്പ്. താഴ്ഭാഗത്തും മുകളിലുമായിട്ടൊക്കെ എഗ്ഗൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൊടുന്ന് അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ കപ്പിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു 5 മിനിറ്റ് പിസ്സ സോസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു മീറ്റ് ബോൾസും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ മീറ്റ് ബോൾസിൻ്റെ മുകളിലും കൂടെ ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ വൈറ്റ് സോസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. വൈറ്റ് സോസിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഗറ്റി മീറ്റ് ബോൾ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.